റിയ, നെഞ്ചു പൊട്ടിയാണ് അവിടെ നിൽക്കുന്നതെന്നറിയാം. നേരിട്ട് കാണുമ്പോഴാണ് ഈ വേദനയുടെ ആഴം അത്രത്തോളം നമ്മളിലേക്ക് വരിക, അല്ലേ? ഈ 31 കുടുംബങ്ങൾക്കും അവരുടെ വിയോഗം, അവരുടെ വേർപാട്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട് അതിജീവിക്കാനാകട്ടെ എന്നത് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും കണ്ണുകൾ നിറയുകയായിരുന്നു. ആർക്കും ആ കാഴ്ചകൾ കാണാൻ പോലും കഴിയാത്ത വിധം, ആ കാഴ്ചകൾക്ക് നേരെ കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത വിധം അങ്ങേയറ്റം വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. 31 പേരാണ് സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക്, പ്രവാസ ലോകത്തേക്ക് പറന്നുയർന്ന 31 പേരാണ് ചേതനേറ്റ ശരീരമായി തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അത് ഉൾക്കൊള്ളാൻ അവരുടെ ബന്ധുക്കൾക്കാകുന്നുണ്ടായിരുന്നില്ല. രാവിലെ 7 മണി മുതൽ ഇവിടെ കാത്തിരുന്നവരൊട്ടാകെ ഏറ്റവും ഒടുവിൽ ആ വെളുത്ത തുണിക്ക് മുകളിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ പതിച്ചപ്പോൾ ആ ചിത്രത്തിനരികിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരം ഒരു പെട്ടിയിലാക്കി കൊണ്ടുവച്ചപ്പോൾ അതിനു മുകളിൽ മന്ത്രിമാർ അടക്കം പൂക്കൾ വെച്ചപ്പോൾ, ചുമന്ന പൂക്കൾ വെച്ചപ്പോൾ ഒക്കെ വിതുമ്പുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ ആ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി യാത്രയയക്കുമ്പോൾ ഒരു നാടൊന്നാകെ, ഒരു കേരളം ഒന്നാകെ വിതുമ്പുന്ന അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത്. 31 പേരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിൽ 21 പേർ മലയാളികളാണ്. 7 തമിഴ്നാട് സ്വദേശിയും ഒരു കർണാടക സ്വദേശിയും അതിൽ ഉൾപ്പെടുന്നു. കർണാടക സ്വദേശിയുടെ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് നമുക്കറിയുന്നത്. അത് വൈകുന്നേരത്തോടു കൂടി എയർലിഫ്റ്റ് ചെയ്യും. ബാക്കി തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെ മൃതദേഹവും ആംബുലൻസ് മാർഗം തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അവർക്ക് അതിർത്തി വരെ കേരള പോലീസിൻ്റെ അകമ്പടി ഉണ്ടാകും. മറ്റ് 23 പേരുടെയും മൃതദേഹം അതാത് ജില്ലകളിലെത്തുമ്പോൾ ജില്ലാ കളക്ടർമാർ സ്വീകരിക്കുകയും വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, വിവിധ പാർട്ടികളുടെ നേതാക്കൾ, ജനപ്രതിനിധികളടക്കം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുകയും അവസാനമായി അവർക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തത്. ആംബുലൻസ് ഡ്രൈവർമാർ, നോർക്ക ഏർപ്പെടുത്തിയ 23 ആംബുലൻസിലെയും ഡ്രൈവർമാരായിരുന്നു ആ മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ഈ വെളുത്ത തുണി വിരിച്ച മേശപ്പുറത്തേക്ക് വെച്ചത്. അങ്ങനെ അതോടൊപ്പം നിന്ന് ഇവിടെ നിന്ന് ഓരോരുത്തർക്കും അങ്ങേയറ്റം വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സങ്കടകരം, നികത്താനാകാത്ത വേർപാട്, സഹിക്കാനാകാത്ത വേദന, അതുതന്നെയാണ് ഓരോ ആളുകൾക്കും. അതിനുമപ്പുറത്തേക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഉറ്റവർക്ക് അത് അങ്ങേയറ്റം ഇനി ഒരിക്കലും ജീവിതത്തിൽ നികത്താനാകാത്ത വേർപാട് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ഓരോരുത്തരും അവരുടെ മകനരികിൽ, സഹോദരങ്ങൾക്കരികിലൊക്കെ ആ പെട്ടിക്കടുത്തു നിന്ന് വിതുമ്പുന്ന, തേങ്ങലോടെ കരയുന്ന, കണ്ണീരണിഞ്ഞ് തല കുമ്പിട്ട് ഇവിടെ നിന്ന് തിരികെ മടങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അത്രയും വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ടായത്. കർണാടക സ്വദേശിയായ ആളുടേതൊഴികെ ബാക്കി മുഴുവൻ ആളുകളുടെയും മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസ് മാർഗം കൊണ്ടുപോയിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ സ്വദേശികൾ, അങ്ങനെയാണ് 23 മലയാളികൾ. മറ്റൊരു മലയാളി കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവന്ന 45 മൃതദേഹങ്ങളിൽ 31 പേരുടെ മൃതദേഹമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങിയത്. മറ്റു 14 പേരുടെ മൃതദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം എയർപോർട്ടിലുണ്ട്. അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിക്കും. അവിടെ വെച്ചായിരിക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കേരളം ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു ദുരന്തം. ഇത് പ്രവാസികൾ, സ്വപ്നങ്ങളുമായി മടങ്ങിയവർ കണ്ണീരോടെ, വേദനയോടെ, ചേതനയേറ്റ ശരീരവുമായി തിരികെ എത്തുന്ന കാഴ്ച. അവരുടെ പാസ്പോർട്ടുകളാണ് നമ്മൾ കാണുന്നത്. സുമേഷ് സുന്ദരൻ, കൊല്ലം സ്വദേശിയായ സുമേഷ്, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയാണ് ഉദ്യോഗസ്ഥർ. എത്രയോ സ്വപ്നങ്ങളുമായി ഇവിടെ നിന്ന് പോയവരാണ് അവരിങ്ങനെ. ചേതനയേറ്റ ശരീരവുമായി, അവരുടെ ചേതനേറ്റ ശരീരത്തിനൊപ്പം അവരുടെ പാസ്പോർട്ടുകൾ, അവരുടെ രേഖകളൊക്കെ കൊണ്ടുവരിക, അത് ബന്ധുക്കൾ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാനാകില്ല. അവർ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഇത്രയും വേദനാജനകമായ നിമിഷങ്ങൾ. മുഴുവൻ ആളുകളുടെയും പാസ്പോർട്ട് നോർക്ക ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാർ പ്രതിനിധികളൊക്കെ അത് അവരുടെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങേറ്റം കണ്ണീരോടെ, ഹൃദയവേദനയോടെ 31 പേർക്കും നെടുമ്പാശ്ശേി യാത്രയയപ്പ് നൽകി. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറോട് കൂടിയാണ് 31 പേരെയും യാത്രയയച്ചത്. ADGP അജിത് കുമാർ, റേഞ്ച് DIG, ആലുവ റൂറൽ SP അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് 31 പേരെയും ഇവിടെ നിന്ന് അന്തിമോപചാരം നൽകി, ആദരാഞ്ജലികൾ നൽകി യാത്രയയച്ചത്. ശരി റിയ, പ്രദീപ് ജോസഫ് ഉണ്ട് ഇപ്പോൾ.
പ്രദീപ് ജോസഫ്, എന്തൊക്കെ ക്രമീകരണങ്ങളായിരുന്നു ഈ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഓരോ മൃതശരീരവും ആംബുലൻസിലേക്ക് കയറ്റി അതാത് നാടുകളിലേക്ക് കൊണ്ടുപോയപ്പോഴുണ്ടായിരുന്നത്? ദശാബ്ദങ്ങൾ നീണ്ട മലയാളികളുടെ പ്രവാസ ജീവിതത്തിലെ ഏറ്റവും കണ്ണീരണിഞ്ഞ അധ്യായങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാണാനായത്. രാവിലെ 10:40 വ്യോമസേനയുടെ പ്രത്യേക വിമാനമായ ഹെർക്കുലീസിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. ഏതാണ്ട് 3/4 മണിക്കൂറിനുള്ളിലാണ് വിമാനത്തിൽ നിന്ന് ഇവ ഇറക്കി കസ്റ്റംസ് ക്ലിയറൻസ് പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി കൈമാറിയത്. സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. നേരത്തെ തന്നെ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ രാത്രിയിൽ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാവരുടെയും മൃതദേഹങ്ങൾ റിയ പറഞ്ഞതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുമായി മരുഭൂമിയിലേക്ക് പോയി ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മടങ്ങി വരാനിരുന്നവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് നിരനിരയായി കിടത്തിയപ്പോൾ കണ്ടുനിന്ന ആളുകൾക്ക് പോലും ഏറെ സങ്കടം തോന്നുന്ന ഒന്നായിരുന്നു. ബന്ധുക്കളുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച കാണാമായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അന്തിമോപചാരം പൂർത്തിയാക്കി പോലീസിന്റെ ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണറും കൈമാറി. തുടർന്നാണ് വിവിധ ജില്ലകളിലേക്ക് ഇവരുടെ മൃതദേഹം കൊണ്ടുപോയത്. ഓരോ ആംബുലൻസിനെയും പോലീസിന്റെ വാഹനം അനുഗമിക്കുന്നുണ്ട്. വാഹന ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കുന്നതിനും കൂടാതെ മരിച്ചവരോടുള്ള ആദര സൂചകമായുമാണ് ഇത്തരത്തിൽ പോലീസ് വാഹനങ്ങൾ അവരെ അനുഗമിക്കുന്നത്. അതാത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയ ആളുകളോ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. തമിഴ്നാട് സ്വദേശികളുടേതുൾപ്പെടെയുള്ള മൃതദേഹം നെടുമ്പാശ്ശേരിയിലാണ് ഇറക്കിയത്. തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ വിഭാഗം മന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി വാളയാറിൽ വെച്ച് കേരള പോലീസ് തമിഴ്നാട് സർക്കാരിന് ഔദ്യോഗികമായി കൈമാറും. അതേസമയം 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. മറ്റുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ അതേ വ്യോമസേന വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരാളുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 പേരുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 3 പേരുണ്ട്. ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറും. ശരി പ്രദീപ്. നെടുമ്പാശ്ശേരിയിൽ തന്നെ രാഗിനുണ്ട്. രാഗിൻ, ആരൊക്കെയാണ് ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ മൃതശരീരങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത്, ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും പൊതുപ്രവർത്തകരും ഒക്കെ? അത്യന്തം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരം സാക്ഷിയായത്. പലരും ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പൊട്ടിക്കരയുന്ന നില ഉണ്ടായി. അത് കണ്ടുനിന്നവരെ അടക്കം നൊമ്പരപ്പെടുത്തി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെയൊക്കെ അത്താണിയായിരുന്നു. അതാണ് ഇല്ലാതെ ആയത്. അത് ഒറ്റ നിമിഷത്തിനുള്ളിൽ തന്നെ ആ ഒരു വാർത്ത അതിപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോദിച്ചതുപോലെ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അതിൽ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, കൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കൂടാതെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അധ്യക്ഷന്മാർ ഒക്കെ തന്നെ ഇവിടേക്ക് വന്നിരുന്നു. മതനേതാക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു, അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൂടാതെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. കാരണം ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ തന്നെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഈ പരിസരത്ത് തടിച്ചുകൂടിയത്. പുറത്തേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ മൃതദേഹങ്ങൾ മറ്റ് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്കുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് പോകേണ്ട മൃതദേഹങ്ങളാണ്, 7 മൃതദേഹങ്ങളാണ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. പോലീസ് എസ്കോർട്ട് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ സജ്ജമാണ്. ഒരു അറിയിപ്പ് കിട്ടുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകും. എന്തായാലും അത്യന്തം വേദനാജനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരം സാക്ഷിയായത്. കാരണം ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പലരും രാത്രി പലരും അവരുടെ വീടുകളിലേക്കൊക്കെ വിളിച്ച് വളരെ സന്തോഷകരമായി സംസാരിച്ച് അതിനുശേഷം കിടന്നുറങ്ങിയവരാണ് അവർ. അതിനുശേഷം പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു വാർത്ത വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കാരണം അത്രത്തോളം അവർ ആ നിലയിലേക്ക് ഒരു കാര്യം കേട്ട ഘട്ടത്തിൽ തകർന്നു പോയിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് മുക്തരായിട്ടില്ല. അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കൊല്ലത്ത് നിന്നാണെങ്കിലും പത്തനംതിട്ടയിൽ നിന്നാണെങ്കിലും കോട്ടയത്ത് നിന്നാണെങ്കിലും മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് നിന്നൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തെ. കാരണം അവർ ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ഏറ്റെടുത്തുകൊണ്ട് വിദേശത്ത് പോയവരാണ്. അതിൽ നിന്ന്
സമ്പാദിച്ച് കിട്ടുന്നത് കൊണ്ട് ജീവിതം കരിപിടിപ്പിക്കാമെന്ന ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം അവരൊക്കെ തന്നെ ആ നിലയിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്നവരുമാണ്. പക്ഷേ വിധി അത് മറിച്ചതായിരുന്നു. എന്തായാലും ഇനി പലരുടെയും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാനുണ്ട്. അത് ചിലത് ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 23 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചത്. രാഗിൻ 23 പേരെയാണ് നമുക്ക് കേരളത്തിന് നഷ്ടമായത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പറന്നുയർന്ന പ്രവാസികൾ, നിരാലംബരായ കുടുംബാംഗങ്ങളെയൊക്കെ തനിച്ചാക്കി, അവരുടെ കണ്ണുനീരാണ് നമുക്ക് കണ്ടു നിൽക്കാനാവാത്തത്. അവരെയൊക്കെ തനിച്ചാക്കി പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം പൂവണിയും മുമ്പേ അവരങ്ങനെ ചേതനയറ്റവരായി തിരികെ എത്തിയ കാഴ്ച മണിക്കൂറുകളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്.